ഗസയിലും ലബനാനിലും വ്യോമാക്രമണം കടുപ്പിച്ച ഇസ്രായേൽ സിറിയയിലേക്കും കടന്നുകയറുന്നു. സിറിയയിൽ 36 പേരെയാണ് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയത്. വംശഹത്യ തുടരുന്ന ഗസയിൽ 88 പേർ കൊല്ലപ്പെട്ടു. ലബനാനിൽ സ്ഥിരം വെടിനിർത്തലിന് സന്നദ്ധമാണെങ്കിൽ സഹകരിക്കാമെന്ന് ഹിസ്ബുള്ള മേധാവി നയീം ഖാസിം വ്യക്തമാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഷഹാന ഷെറിൻ ചേരുകയാണ്. ഷഹാന, നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ സിറിയയിലേക്കും കടന്നുകയറ്റം ആരംഭിച്ചിരിക്കുന്നു. എന്താണ് ഇസ്രായേലിന്റെ ആ നീക്കത്തിന്റെ ലക്ഷ്യം? ദിവ്യ, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം പ്രകാരം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഹമാസ് നേതാവ് മുഹമ്മദ് ദെയ്ഫിനെതിരെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നു. 2023 ഒക്ടോബർ 8 മുതൽ തുടരുന്ന യുദ്ധക്കുറ്റത്തിനാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും, അതായത് കഴിഞ്ഞ മാസം നെതന്യാഹു പുറത്താക്കിയ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒക്ടോബർ 7 അൽ-അക്സ പ്രളയം അല്ലെങ്കിൽ തൂഫാനുൽ അക്സ ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ചാണ് മുഹമ്മദ് ദെയ്ഫിന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മുഹമ്മദ് ദെയ്ഫ് കഴിഞ്ഞ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ആ ഭാഗത്ത് ഹമാസിന്റെ ഒരു വ്യക്തമാക്കലോ ഹമാസിന്റെ ഒരു കാര്യമോ ഒന്നും ഹമാസിന്റെ ഭാഗത്തു നിന്നൊരു സ്ഥിരീകരണം ദെയ്ഫിന്റെ കൊലപാതകത്തിൽ വന്നിട്ടില്ല എങ്കിലും ദെയ്ഫിനെ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഈ മുഹമ്മദ് ദെയ്ഫിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമാണ് ഇപ്പോൾ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് 124 രാജ്യങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രവേശിക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഉത്തരവാണ് നിലവിൽ വന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ച് ഇസ്രായേൽ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ഈ ഉത്തരവ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ മെയ് മാസത്തിൽ നൽകിയ ഹർജിയുടെ പുറത്താണ് ഇപ്പോൾ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും വന്നിട്ടുണ്ട്. അതായത് ഈ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഫ്രഞ്ച് മിലിറ്ററിയിൽ അംഗമായിരുന്ന ഒരു ഫ്രഞ്ച് സൈനിക ജൂത ഫ്രഞ്ച് സൈനികന് നേരെ ഉണ്ടായ ഒരു ചാരക്കുറ്റത്തിന് സമാനമായാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം. ഇതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യാഇർ ലാപ്പിഡും ഇതിൽ ഇസ്രായേലിന്റെ പക്ഷത്ത്, അതായത് ഈ ആക്രമണത്തിൽ കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ആളാണ് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യാഇർ ലാപ്പിഡ്. അതായത് ബന്ദിമോചനത്തിന് മുൻതൂക്കം നൽകാതെ, ബന്ദിമോചനത്തിന് വേണ്ടിയുള്ള വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകാതെ ആക്രമണം കടുപ്പിക്കുന്നതിൽ കടുത്ത എതിർപ്പ് ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് യാഇർ ലാപ്പിഡ്. യാഇർ ലാപ്പിഡും ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കെതിരെ വന്നിരിക്കുന്നു. ഇസ്രായേലിന് നേരെയുള്ള ഒരു ആന്റി ഇസ്രായേൽ നീക്കമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാണ് ഇപ്പോൾ യാഇർ ലാപ്പിഡ് പറയുന്നത്. അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു എങ്കിലും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അത് നടപ്പിലാക്കുക എന്നുള്ളത് അത് എത്രത്തോളം പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്? ഈ അറസ്റ്റ് വാറന്റ് പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ നമ്മൾ ഉന്നയിക്കുന്നതിൽ കാര്യമുണ്ട്. കാരണം ഇത് ഒരു യാഥാർത്ഥ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരാശങ്കയുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവ് പ്രാബല്യത്തിൽ വരുമ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടതായി തന്നെ വരും. നിലവിലെ സാഹചര്യം അനുസരിച്ച് 124 രാജ്യങ്ങളിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി കടക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരം നൽകുന്നതാണ് ഈ അറസ്റ്റ് വാറന്റ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നെതർലൻഡ്സിന്റെ ഭാഗത്തു നിന്നാണ് ഈ ഉത്തരവ് വന്നതിന് പിന്നാലെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അതായത് നെതർലൻഡ്സിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രവേശിക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് നെതർലൻഡ്സ് വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ഓരോ രാജ്യത്തിന്റെയും ഒരു അധികാര പരിധിയിൽ വരുന്നതാണ് എങ്കിലും ICCയുടെ ഒരു ഉത്തരവ് നിലവിൽ വരിക എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ നെതന്യാഹുവിന് സമ്മർദ്ദമേറുന്ന ഒരു കാര്യം തന്നെയാണ്.